ഇന്നലെ മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ കരയിൽ എത്തിച്ചിരിക്കുന്നു. INS സുജാതയിലാണ് രക്ഷാദൌത്യം. അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നാവികൻ ഉൾപ്പെടെയുള്ളവരെ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സുരക്ഷിതരാണ്, അത് ആശ്വാസകരവുമാണ്. ലൈബീരിയൻ കപ്പൽ അത് പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും കരയിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നാവികൻ ഉൾപ്പെടെയുള്ളവരെയാണ് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ആ രക്ഷാപ്രവർത്തനം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. INS സുജാതയിലാണ് രക്ഷാദൗത്യം. അവരെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈബീരിയൻ കപ്പലാണ് ഇന്നലെ മുങ്ങിയത്. അതിൽ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒഴുകി നടപ്പുണ്ട് എന്നുള്ളതാണ്. അതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതിൽ സ്പർശിക്കാൻ പോകരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അത് ഇന്നലെ മുതൽ തന്നെ നൽകുന്നുണ്ട്. ആലപ്പുഴ, എറണാകുളം തീരങ്ങളിലാണ് ഈ കണ്ടെയ്നറുകൾ എത്താൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. വിഷ്ണു, മുഴുവൻ പേരെയും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണ് ഈ മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത്. 21 നാവികർ. ആ 21 പേരെയും ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അർണവേഷ് എന്ന കപ്പലിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അർണവേഷ് എന്ന കപ്പലിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരെ പുറത്തേക്ക് ഇറക്കും. ഏകദേശം 20 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും നടത്തിയത്. അതിൽ 24 പേർ, ഈ അപകടത്തിൽപ്പെട്ട 24 പേരെയും രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് 3 പേരെ, അതായത് ഈ കപ്പൽ കൺട്രോൾ ചെയ്ത് ഇത് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടി ടൈഡ് കുറയുന്ന ഘട്ടത്തിൽ കപ്പൽ ടഗ് ചെയ്ത് കരയിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 7:40 കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ കപ്പലിനകത്ത് ഇത് നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റനും അതോടൊപ്പം 2 എഞ്ചിനീയർമാരെയും INS സുജാത എന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലിൽ രക്ഷപ്പെടുത്തിയത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇന്ത്യൻ നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 74 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ പറയുകയാണെങ്കിൽ ഒരു 38 നോട്ടിക്കൽ മൈലോളം ദൂരത്തിലാണ് ഈ ആളുകൾ ഉണ്ടായിരുന്നത്, ഈ കപ്പൽ ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് വളരെ കൃത്യമായി എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈ നേവിക്കും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും അവിടെ നിരീക്ഷണമടക്കം തുടരുന്നത്. ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആശങ്കയുള്ളത്. 643 കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. അതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണ്. ഈ ഷിപ്പിന്റെ ടാങ്കുമായി ബന്ധപ്പെട്ട് അതിൽ 84.44 ദശാംശത്തോളം ഡീസൽ ഉണ്ട്. അതോടൊപ്പം തന്നെ 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലുണ്ട്. ഈ 2 വസ്തുക്കൾ അവിടെയുണ്ട്. കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ ഈ ഓയിലുകൾ കടലിലേക്ക് പരക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ICG സക്ഷം ഇപ്പോഴും അവിടെ നിരീക്ഷണം തുടരുന്നത്. ആ നിരീക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇത് കരകളിലേക്ക് എത്താതെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് അവിടെ ഇപ്പോഴും ആ നിരീക്ഷണം തുടരുന്നത്. ഈ മുങ്ങിയ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ലൈബീരിയൻ കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ മുഴുവൻ സുരക്ഷിതരായി തന്നെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. INS സുജാതയിൽ ആയിരുന്നു രക്ഷാദൗത്യം. പൂർണ്ണമായും ഈ കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്.